കഴിഞ്ഞ തവണ കോളറ രോഗം ബാധിച്ച് നിരവധി പേർ മരിക്കുകയും നൂറുകണക്കിന് പേർക്ക് രോഗലക്ഷണങ്ങൾ കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത്തവണയും കുറ്റിപ്പുറത്ത് ജലസ്രോതസ്സുകളിൽ വിബ്രിയോ കോളറെ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയതോടെ എല്ലാ വകുപ്പുകളുടെയും മേധാവികൾ സ്ഥലത്തെത്തുകയായിരുന്നു. വൃത്തിഹീനമായ ഓടകൾക്ക് മുകളിൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന കടകൾ സംഘം അടപ്പിച്ചു. ഓടകൾ ശുചീകരിക്കാനും പുഴയിലേക്ക് നേരിട്ട് മാലിന്യം വഹിക്കുന്ന ഓടകൾ അടപ്പിക്കാനും ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറി രാജൻ തട്ടിൽ പഞ്ചായത്തിന് നിർദ്ദേശം നൽകി. കർശനമായിട്ട് പറയുന്നു, സെപ്റ്റിക് ടാങ്കിൻ്റെ വേസ്റ്റ് വരുന്ന ആ ഓപ്പണിംഗ് അത് നമ്മൾ സീൽ ചെയ്യണം. മീൻസ് കല്ലും കട്ടയും വെച്ച് അടച്ചു കളയുക. ഇതിലേക്ക് വെള്ളം ഇതിൽ നിന്ന് വിടുന്നു എന്നാണ് പറയുന്നത്. മറ്റുള്ള കടകളും ഇതൊക്കെ വിടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പിന്നെ അവിടെ വെച്ച് ക്ലോസ് ചെയ്യാനായിട്ട് ഓർഡർ കൊടുക്കുക. ശുചീകരണം ഉറപ്പാക്കാൻ കൃത്യമായി പരിശോധനയുണ്ടാവുമെന്ന് DMO അറിയിച്ചു. മുമ്പത്തെ കണക്കുകളും ഇപ്പോഴത്തെ സ്ഥിതിവിവര കണക്കുകളും സൂചിപ്പിക്കുന്നത് വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ അതിന് മുമ്പ് തന്നെ നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ലീഗൽ സർവീസ് അതോറിറ്റി നമുക്കുണ്ട്. ആ ഒരു സാധ്യത ഉപയോഗപ്പെടുത്തുന്നു. അതിൽ മാക്സിമം സപ്പോർട്ടുണ്ട്. ഇത് വളരെ നല്ലൊരു ഔട്ട്കം നമുക്ക് പ്രതീക്ഷിക്കാം. മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് സ്ഥാപിക്കാനുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായി എല്ലാ വകുപ്പുകളുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ യോഗം വിളിക്കുവാനും തീരുമാനമായി. മാതൃഭൂമി ന്യൂസ്, തിരൂർ.